കരിക്കോട്ടക്കരി നോവൽ DC തിരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് ആദ്യമൊന്നും വലിയ വായനയിലേക്ക് എത്തിയില്ല. ഇവിടെയുള്ളവർ കുറേ ഇരുട്ടി മേഖലയിലുള്ളവരൊക്കെയാണ് വായിച്ചതെന്ന് എനിക്ക് കുറച്ചൊക്കെ വായിച്ചത്. അതിന് കാരണം എന്ന് പറയുന്നത് കരിക്കോട്ടക്കരി എന്ന പേര് കൊണ്ടാണ് കുറേ പേര് ശ്രദ്ധിച്ചത്. ഇതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ഇത് ഇവിടെ നമ്മുടെ നാട്ടിലുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് ഇവിടെ ഉള്ള സ്ഥലവുമായി റിലേറ്റ് ചെയ്ത് ഈ പ്രദേശത്തുള്ള ആളുകൾ അത് വായിക്കാൻ തുടങ്ങി. അതാണ് കുറച്ച് വിവാദങ്ങളിലേക്ക് പോകാൻ കാരണം ഇപ്പം ലാറ്റിൻ സഭയിൽപ്പെട്ടവർ അത് ദളിത് ക്രിസ്ത്യാനികളുടെ ഒരു പ്രശ്നം പറയുന്ന നോവലാണെന്നും, അതുപോലെ തന്നെ ഈ കൊട്ടുകാപ്പാറയിൽ ഉണ്ടായിരുന്ന ഫാദർ ടഫ്രേൽ എന്ന് പറയുന്ന മിഷണറി ആയിട്ടുള്ള അച്ഛന്, അദ്ദേഹമാണ് ഇതിലെ ഒരു നിക്കോളച്ചൻ എന്ന ക്യാരക്ടർ എന്ന പേരിൽ അങ്ങനെ എടുക്കുകയും കുറേ പേര്. അതുപോലെ തന്നെ റോമൻ കാത്തലിക്ക വിഭാഗത്തിൽ നിന്നും ഇത് വേറെന്തോ തരത്തിൽ സഭയെ അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള അങ്ങനെ ഒരു ചർച്ചയും, അങ്ങനെ പല രീതിയിൽ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ആളുകൾ ഇത് വായിക്കാതെ തന്നെ ഇവനെന്തോ, കാരണം നമുക്കങ്ങനെ ഒരു സാഹിത്യ പാരമ്പര്യമുള്ള ആളല്ല ഞാൻ, അങ്ങനെ ഒരു വലിയ ഏതെങ്കിലും കോക്കസിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ആളല്ല ഞാൻ. തന്നെയല്ല ഒരു വിഭാഗത്തിന് വേണ്ടി എഴുതാനോ ഒന്നും നമുക്ക് അറിയില്ല. രാഷ്ട്രീയ അങ്ങനെയല്ല ഞാൻ എൻ്റെ എഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെറും ഒരു പ്രാദേശികമായ ഒരു പ്രശ്നം പറയുന്ന നോവൽ എന്ന തരത്തിൽ അതിനെ കാണുകയും അത് വെച്ച് രണ്ട് കൂട്ടരും, എനിക്ക് തോന്നുന്ന കരിക്കോട്ടക്കരിയിലൊക്കെ ആളുകൾ കൂടി ചേർന്നിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയൊക്കെ ചെയ്തെന്നായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ സ്ഥലത്തുനിന്ന് കുറേ ആളുകൾ വിളിച്ച് എന്നെ അസഭ്യം പറയുകയും മറ്റുമൊക്കെ ചെയ്തു. നീ ആരാണ് ഞങ്ങളുടെ ഇത് എഴുതാനെന്നുള്ള രീതിയിൽ ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊക്കെ വന്നു. ഞാനതിനൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വായനാ സംസ്കാരത്തിൻ്റെ പ്രശ്നം അവിടെയുണ്ട്. നമ്മളൊരു പേര് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്ലർബ് കണ്ടിട്ടാണ് ആളുകൾ, അല്ലെങ്കിൽ ഒരു ആമുഖം കണ്ടിട്ടാണ് ആളുകൾ കൃതിയെ വിലയിരുത്തുന്നത്. ശരിക്കും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കരിക്കോട്ടക്കരി ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രാദേശികമായൊരു കാര്യം പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതി രാഷ്ട്രീയം പറയാനോ ഒന്നും എഴുതിയ കൃതിയല്ല. രണ്ട് കാര്യങ്ങളാണ് കരിക്കോട്ടക്കരി എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒന്ന്, ചരിത്രം എങ്ങനെ മാറ്റി എഴുതപ്പെടുന്നു. അതായത് നമ്മുടെ വംശീയമായ ചരിത്രമായാലും അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ചരിത്രമായാലും മനുഷ്യൻ്റെ ചരിത്രം എങ്ങനെ നമ്മൾ മാറ്റി എഴുതപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഒന്നാമതായി ഞാൻ ആലോചിച്ച ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മൾ കേരളീയരുടെ ഈ ഭയങ്കരമായ ജാതി അഭിമാനം, അതായത് ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടതാണ്. നമ്മളിപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഓരോരുത്തർക്കും എല്ലാവർക്കും ആഗ്രഹം നമ്പൂതിരി ആകാനാണ്. നമ്പൂതിരി അല്ലെങ്കിൽ ബ്രാഹ്മണ ഈ ജാതിയുടെ ഹൈരാർക്കിയുടെ ഏറ്റവും മുകളിലെത്താനാണ് ആളുകൾക്ക് താല്പര്യം. അപ്പം അതിനുവേണ്ടി ആളുകളിങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇപ്പം ഇത് പറയുന്നില്ല, ആർളം ഫാമിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ എന്ന് വെച്ചിട്ട് അവർ കസവെടുത്ത് പിന്നെ കറുപ്പിട്ട് ശബരിമലയ്ക്ക് പോയി അത് കഴിഞ്ഞ് കസവെടുത്ത് പൂജ നടത്തി, ഇങ്ങനെ ഒരു ബ്രാഹ്മണിക്കൽ സ്വഭാവത്തിലേക്ക് വരാനാണ്. അത് ഇസ്ലാം മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും, കേരളത്തിലെ ക്രിസ്തു മതത്തിലും ആളുകൾ അഭിമാനിക്കുന്നത് നമ്മളെല്ലാം ബ്രാഹ്മണരാണ് അല്ലെങ്കിൽ സവർണരാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അഭിമാനിക്കുന്ന ധാരാളം ആളുകൾ. അപ്പം ശരിക്കും ഈ കേരളത്തിലെ ജാതീയതയുടെ ഘടന എന്തായിരുന്നു എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും നമ്മൾ അടിസ്ഥാന വിഭാഗങ്ങളായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ, അതായത് പറമ്പിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന ആശാരി മൂശാരി തട്ടാൻ കൊല്ലൻ അല്ലെങ്കിൽ കള്ള് ചെത്തുന്ന അങ്ങനെയുള്ള നിരവധിയായ തൊഴിലുകൾ ചെയ്യുന്ന വിഭാഗങ്ങളിൽ നിന്നാണ് കേരളത്തിലെ ഏതാണ്ട് എല്ലാ സമുദായങ്ങളും ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ കരിക്കോട്ടക്കരി എന്ന നോവലിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ അതിനെ പ്രാദേശികമായി ചുരുക്കി കണ്ടുകൊണ്ട് ഉള്ളൊരു അത്തരത്തിൽ ഇത് ഇന്നയാളാണോ, കരിക്കോട്ടക്കരിയിലെ ഇന്ന ക്യാരക്ടർ ഇന്നയാളാണോ, ഒരിക്കലും അങ്ങനെ ഇല്ല. കാരണം നമ്മളൊരു കണ്ടൻ്റ് എടുത്ത് ഫിക്ഷനാക്കി കഴിഞ്ഞാൽ അത് നോവലാണ്, അത് ഒരു ഫിക്ഷണൽ റൈറ്റിംഗ് ആണ്. അത് ജീവിച്ചിരിക്കുന്നവരായിട്ടൊന്നും അതിന് വലിയ ബന്ധം വരില്ല എന്നുള്ളതാണ് അതിനകത്തെ യാഥാർത്ഥ്യം.